വീണ്ടും എം കെ മുനീറിൻ്റെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം തൊട്ടുമുമ്പാണ് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് കാര്യങ്ങൾ ഇവിടെയും ചെയ്യാനുണ്ടാവും. പ്രചാരണ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടാവും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഞാൻ പോകും. പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, UDF ഭാഗം തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ UDF ടീമിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ 100 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനും പരിശ്രമത്തിൽ കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു അല്ലെങ്കിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു സാവകാശം കൂടി കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാർട്ടിയുടെ അംഗമായി അവസാന ശ്വാസം വരെ ഉണ്ടാവും എന്ന തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ആർക്കും ഇടപെടേണ്ട, ഒരു സൈബർ ഇടത്തിനും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഈ പാർട്ടിയിൽ എന്നോട് വിശ്രമിക്കാനാണ് സൈബർ ഇടത്തിൽ ചിലർ പറഞ്ഞത്. വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മുൻ തലമുറയിലെ എൻ്റെ പിതാവിന് പോലും ഉണ്ടായിട്ടില്ല വിശ്രമം. അദ്ദേഹവും അടർക്കളത്തിൽ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ തിരുമുറ്റത്താണ് അദ്ദേഹം പ്രവർത്തന നിരതരായിരിക്കുമ്പം മരണപ്പെടുന്നത്. അതുപോലെ എൻ്റെ അവസാന ശ്വാസം വരെ പാർട്ടി പ്രവർത്തകനായി ഞാനുണ്ടാകും. അതെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അല്ല, വിഷമൊന്നുമില്ല. ഇതൊക്കെ സാധാരണ വരുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ വിഷമിച്ചിരിക്കണ്ടേ. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ സൈബറേഷൻ വെറുതെ വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെക്കാൾ ഈ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തവരെ സൈബറിടും വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അതിലൊരു ശിശുവല്ലേ. പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതിൽ താങ്കൾ മാത്രമല്ല, മറ്റുള്ള ആളുകൾക്കും അതൊരു ബാധകമല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ഏറെ കാലം ഈ സ്ഥാനങ്ങൾ വഹിച്ച മറ്റു പല ആളുകളും വികസനത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ താങ്കൾ മാറി നിൽക്കുകയും ചെയ്തു. അല്ല, അത് അങ്ങനെയല്ല. അത് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ സമയം ഞാനാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റവരൊക്കെ പിന്നീട് വന്നിട്ടുള്ളത്. അവർക്കൊക്കെ ഇനിയും സമയമുണ്ട്, സന്ദർഭമുണ്ട്. ഇനിയും പാർലമെൻ്ററി രംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി എല്ലാ സമയത്തും നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ചില സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ നിന്നതിൽ എത്ര പേര് മാറിയിട്ടുണ്ട്. പുതിയ ആളുകൾ വന്നപ്പോൾ അതിൻ്റെ മുമ്പുള്ളതിലെ കുറേ ആളുകൾ മാറിയില്ലേ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ആളുകൾ മാറിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നാലകത്ത് സൂപ്പി, PKK ബാവ, CT അഹമ്മദ് അലി, ഇവരെല്ലാം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരു ഘട്ടം വരുമ്പം അവരെല്ലാം മാറുകയും പുതിയ ആളുകൾ വരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു നവീകരണ പ്രക്രിയ പാർട്ടിക്കകത്ത് സാധ്യമാവുകയുള്ളൂ. അത് മറ്റു പല നേതാക്കൾക്കും അതിന് ആ ചിന്താഗതി വേണ്ടേ? എങ്ങനെ? അല്ല, നമുക്ക് ചില ആളുകളെ ഇതിനെ നയിക്കാൻ, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അദ്ദേഹം പാർട്ടിയെ നയിക്കേണ്ടവരാണ്. ഇതിനകത്തൊരാൾ നയിക്കാൻ വേണമല്ലോ. അതെന്നും അദ്ദേഹമാണ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ വിവിധ കാര്യങ്ങൾ ഇടപെടുകയും അതുപോലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എനിക്കുണ്ടാവില്ല. മനസ്സിലായി. സീറ്റ് തിരിച്ചു പിടിക്കാൻ മുനീർ സാഹിബിനെ നേരത്തെ ഇറക്കുന്നു. ഒപ്പം സൗത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ സൗത്ത് തിരിച്ചു പിടിക്കാൻ മുനീർ സാഹിബിനെ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു സൗത്തിൽ? ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സൗത്ത് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾ എൻ്റെ പത്ര കട്ടിങ് എടുത്ത് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ചാനലുകൾ എടുത്ത് നോക്കി കാണാം. എപ്പോഴെങ്കിലും ഞാൻ സൗത്തിൽ ഞാൻ മത്സരിക്കുമെന്നോ സൗത്തിന് വേണ്ടി നോട്ടിട്ടിട്ടുണ്ടോ എന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു സീറ്റിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടില്ല. മുമ്പ് സൗത്തിലൊക്കെ നിന്നിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു മുൻവിധിയോടുകൂടിയും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അത് ഞങ്ങൾ പാരമ്പര്യത്തിൽ പെടുന്നതല്ല. ഒരു തെരഞ്ഞെടുപ്പിലും, എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ പേര് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഞാൻ ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. കാരണം നമ്മൾ മുൻകൂട്ടി പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയും മുൻകൂട്ടി തന്നെ ഇതെൻ്റെ സീറ്റാന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഞങ്ങളുടെ പാർട്ടിയിലില്ല.
താങ്ക് യു. എം കെ മുനീറിൻ്റെ പ്രതികരണമാണ് കേട്ടത്. വളരെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്. ഇത് സാധാരണ നിലയിലാണ്. പാർട്ടി കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച ഒരു പട്ടികയാണ്. അതിനുവേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. തനിക്ക് നീണ്ട കാലത്തെ പാർലമെൻ്ററി ഒരു അവസരം പാർട്ടി തന്നിട്ടുണ്ട്. അതിൽ താൻ സംതൃപ്തനാണ്. ഇനിയും തനിക്ക് ആവുന്നതുപോലെ ടീം യു ഡി എഫിൻ്റെ ഭാഗമാണ് താൻ. എല്ലായിടങ്ങളിലും പരമാവധി പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നുകൂടിയാണ് എം കെ മുനീർ വ്യക്തമാക്കിയത്.